കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും തീർക്കാനുണ്ട്. അതൊന്നും തീർക്കാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ നിർണായകമായ വിധി നാളെ വരാനിരിക്കുകയാണ്. കാരണം CBI വരണമോ വേണ്ടയോ എന്ന തീരുമാനത്തിൽ. പക്ഷേ ഈ CPM അതിനെതിരാണല്ലോ. CPM പറയുന്നത് നവീൻ ഈ CBI കൂട്ടിലടച്ച തത്തയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു വരേണ്ട ആവശ്യമില്ല, കൃത്യമായി പോലീസ് തന്നെ അന്വേഷിക്കുന്നു എന്നാണ് CPM പറയുന്നത്. പക്ഷെ പോലീസ് എന്ത് അന്വേഷിച്ചു എന്നത് പൊതുസമൂഹത്തിന് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം പല നിർണായക തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടോ എന്നും കുടുംബം ഉൾപ്പെടെ സംശയിക്കുന്നുണ്ട്. കാരണം ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് കൃത്യമായി തന്നെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും ആ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുവാനും പത്തനംതിട്ടയിലെ ആ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തുവാനും ഒന്നും ഈ CPM-നും അതോടൊപ്പം തന്നെ പോലീസിനും സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും അവസാന പ്രതീക്ഷ CBI-യിലാണല്ലോ. അങ്ങനൊരു ഈ കുടുംബത്തിന് അനുകൂലമായ ഒരു വിധി നാളെ ഉണ്ടാകുമോ? നാളെ ഉണ്ടാകുമെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും പിന്നീട് അതിന് പിന്നാലെ വന്ന സത്യാവസ്ഥകളുമെല്ലാം. അതായത് ഒരു യാത്രയായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഇടയാക്കിയത്. അതായത് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത് അപ്പോഴാണ് ഒരു അപ്രതീക്ഷിത അതിഥിയായിട്ട്, അതായത് ഒരു കാലിൻ്റെ കയറുമായിട്ട് PP ദിവ്യ, മുൻ പഞ്ചായത്ത് അംഗമായിട്ടുള്ള PP ദിവ്യ എത്തുന്നു. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ആരോപിക്കുന്നു. ആ ഒരു ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതായിരിക്കും. കാരണം അദ്ദേഹം ഒരു വിഷമത്തിൽ ഇരിക്കുന്നത് എല്ലാവരും കണ്ടതായിരിക്കും. തൊട്ടടുത്ത് കണ്ണൂർ കളക്ടർ ഇരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്നൊരു പ്രസ്താവന നടത്തിയിട്ട് ഒരു തെളിവുകളും കാണിക്കാതെ പിറ്റേ ദിവസം കാണാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് PP ദിവ്യ അതുവഴി ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് പിറ്റേ ദിവസം കേരളം അതായത് മലയാളികളെല്ലാം അറിയുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തെന്നാണ്. ഇത് തുടങ്ങിയപ്പോൾ, അതായത് ഈ കേസ് തുടങ്ങിയപ്പോഴേ ഇതിൽ രണ്ട് സത്യാവസ്ഥകളായിരുന്നു, അല്ലെങ്കിൽ രണ്ട് ശരികളായിരുന്നു, അല്ലെങ്കിൽ രണ്ട് ഇതായിരുന്നു ഉയർന്നു വന്നത്. ഒന്ന് അദ്ദേഹം ആത്മഹത്യ, അതായത് അദ്ദേഹം സ്വമേധ ആത്മഹത്യ ചെയ്തത്, മറ്റൊന്ന് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. ഇപ്പോഴും ഇതിൽ ഒരു വസ്തുത തെളിഞ്ഞിട്ടില്ല. അതായത് നേരത്തെ വരെ, അതായത് സംസ്ഥാന സർക്കാർ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു എന്നത് ശരി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അറിയാം, നവീൻ ബാബു എന്ന് പറയുന്നത് CPM-നോട് ഒരു അനുഭാവിയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത്, നവീൻ ബാബു ഒരു അഴിമതിക്കാരനോ ഒന്നുമല്ല, അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു സർക്കാർ ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു കറ പോലും പുരളാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് അഴിമതിക്കാരനാണെന്ന് PP ദിവ്യ ആരോപിച്ചത്. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ ഉടനടി നടപടിയെടുക്കുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ SIT-നെ രൂപീകരിക്കുന്നു. SIT-യുടെ രൂപീകരണം എന്ന് പറയുന്നത് ഒരു തമാശയാണെന്ന് തന്നെ പറയാം. കാരണം വേണ്ടതൊന്നും SIT കണ്ടെത്തിയിട്ടില്ല, വേണ്ടാത്തതൊക്കെയാണ് SIT കണ്ടെത്തിയത്. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നമ്മൾ പറയേണ്ടത് അവരുടെ കുടുംബം ആരോപിച്ചതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത്. കാരണം അവർക്കറിയാം എന്തെങ്കിലും ഒരു കൃത്രിമം നടക്കുമെന്ന് കുടുംബത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതെന്തായാലും പാർട്ടി നേതാക്കളോ സംസ്ഥാന സർക്കാരോ മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അതായത് അവിടെ ഒരു കള്ളി വെളിച്ചത്തായത്. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മുണ്ടിൽ ഒരു രക്തക്കറ പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി പാർട്സിൽ എവിടെയും ഒരു രക്തക്കറ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ രക്തക്കറ ഉള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചില്ല. അതിൽ തന്നെ നവീൻ ബാബുവിൻ്റെ കേസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസ് ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്ന് ശക്തമായൊരു തെളിവ് വന്നത് അവിടെയാണ്. കാരണം SIT കണ്ടുപിടിച്ചത് ഒരു ശരി, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് കാണിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിൽ എന്തായാലും ഒരു വൈരുദ്ധ്യം എന്തായാലും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയാണ് കുടുംബത്തിന് ഇതിൽ സംശയം വരുന്നത്. കാരണം പിന്നീട് മറ്റൊന്ന്, ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നായിരുന്നു. ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുന്നു, ഓട്ടോയിൽ വന്നിറങ്ങുന്നു. ഇതൊക്കെ എന്തിനാണ്, അദ്ദേഹം എങ്ങോട്ടാണ്, റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം എന്തിനാണ് എത്തിയത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കാനുണ്ടായിരുന്നു? അതൊന്നും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സർക്കാർ
സർക്കാർ പറയുന്നത് ഒരു ആത്മഹത്യ തന്നെയാണ്, അദ്ദേഹത്തിന് മനം തോന്നുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. കാരണം അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒരു അഴിമതിക്കാരനല്ല അദ്ദേഹം. അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ യാതൊരു കൈക്കൂലിയും വാങ്ങിക്കാത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ചിലപ്പോൾ യാത്രയയപ്പ ചടങ്ങിൽ കണ്ണൂർ ജില്ലാ കളക്ടർ ഇരിക്കുന്നു. അത്രയും വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ പി ദിവ്യ ആരോപിച്ചൊരു ആരോപണം അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ ആയിരിക്കാം, മനംനൊന്തായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ചിലർ അങ്ങനെ ആത്മഹത്യ ചെയ്യും, പക്ഷേ ചിലരാണെങ്കിൽ സത്യസന്ധരാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അവർ നിയമം വഴി അത് എന്തായാലും തീർക്കാൻ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാൻ തന്നെ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു വസ്തുത അല്ലെങ്കിൽ നമ്മൾ അതാണ് നോക്കേണ്ടത്. കാരണം അദ്ദേഹം ഇവിടെ ഒരു സത്യസന്ധനാണ്. ഒരിക്കലും അദ്ദേഹം അങ്ങനെയുള്ളൊരു അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു ആരോപണങ്ങളോട് അദ്ദേഹം പറയേണ്ടത് ഇങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഒരു സത്യസന്ധൻ ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്, താൻ തെറ്റ് ചെയ്തിട്ടില്ല, നിയമം വഴി എന്താണോ അത് ഞാൻ സത്യാവസ്ഥ തെളിയിക്കും എന്ന് തന്നെയാണ്. ചിലപ്പോൾ അദ്ദേഹം അതായിരിക്കാം മനസ്സിൽ വിചാരിച്ചത്. ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നുണ്ട് അതൊരു കൊലപാതകമാണെന്ന്. കാരണം ഈ SIT കണ്ടുപിടിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ഇതിനിടയിൽ പി ദിവ്യനെ അറസ്റ്റ് ചെയ്തു. അതായത് കുടുംബത്തിന് കണ്ടിൽ ഒരു മറയിടാൻ വേണ്ടി അല്ലെങ്കിൽ പൊടി ഇടാൻ വേണ്ടി ആയിരിക്കാം പി ദിവ്യനെ പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്തത്. പക്ഷെ പി ദിവ്യ പോകുന്ന ഒരു പോക്ക് കണ്ടിട്ട്, അതായത് വളരെ സന്തോഷത്തോടെ താൻ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങി വരും, അല്ലെങ്കിൽ തന്നെ പാർട്ടി സംരക്ഷിക്കും, തനിക്ക് ഇതൊക്കെ നിസ്സാര കാര്യമെന്ന് വളരെ സന്തോഷത്തോടെയാണ് അവർ പോലീസ് ജീപ്പിൽ കയറുന്നത്. അത് ആ ഒരു വീഡിയോയിലൂടെ തന്നെ കാണാം. പിന്നീട് അവർ പുറത്തിറങ്ങുന്നത് വളരെ ഉപാധികളോടെ, അതായത് അവർക്ക് കണ്ണൂർ വിട്ട് എവിടെയും പോകാം, കേരളത്തിൽ എവിടെ വേണമെങ്കിലും കറങ്ങാം, അങ്ങനെ. അതായത് ഒരു ആത്മഹത്യ ശ്രമം അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റമുള്ള പ്രതിയാണ് ഈ പറയുന്ന പി ദിവ്യ. ഈ പ്രതിക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചുറ്റാം. അതും ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അവർക്ക് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ മുന്നേ ചർച്ച ചെയ്തായിരുന്നു, അതായത് ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർക്ക് വലിയൊരു സ്വാഗതം തന്നെയായിരുന്നു ചേട്ടൻ പറഞ്ഞായിരുന്നു. അതായത് ഒളിമ്പിക്സിലും അല്ലെങ്കിൽ ക്രിക്കറ്റിലൊക്കെ വേൾഡ് കപ്പ് വാങ്ങിച്ചിട്ട് വരുന്ന ഒരു അനുഭൂതിയിലായിരുന്നു പി ദിവ്യനെ പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം പാർട്ടി എത്രത്തോളമാണ് പി ദിവ്യനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും, അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തോട് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണം തേച്ച് മാച്ച് കളയാൻ പാർട്ടി എത്രത്തോളമാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അന്ന് തൊട്ട് പറഞ്ഞിരുന്നു, അതായത് ഒരു കൊലപാതകമാണ്, തന്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നവർ 1000 തവണയായി അവർ പറയുന്നുണ്ട്. ആ സമയത്ത് വരെ പാർട്ടിയിലെ ഉന്നത പാർട്ടി പ്രവർത്തകർ, അതായത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ, പിന്നെ അതുപോലെ തന്നെ മറ്റു ഉയർന്ന നേതാക്കൾ വരെ അവരുടെ പക്ഷത്തായിരുന്നു. പിന്നീടാണ് പി ദിവ്യ മാത്രമല്ല മറ്റു മുതിർന്ന നേതാക്കളും പെടുമെന്നൊരു അവസ്ഥ വന്നതോടെയാണ് ഇവർ വേറെ മറ്റു ചേരിയിലേക്ക് തിരിഞ്ഞത്. പിന്നീട് നവീൻ ബാബുവിന്റെ ഇത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചേട്ടനറിയാം. കാരണം CBI അന്വേഷണം വേണമെന്ന് ഇവർ ഹർജി നൽകുന്നു. CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ പറയുന്നത്? കാരണം സർക്കാരിൻ്റെ ഒരു അനുഭാവിയാണ് നവീൻ ബാബു. അദ്ദേഹത്തിന്റെ കുടുംബമേ കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹം യാതൊരു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ കൊല്ലിപ്പിച്ചത് ഈ പി ദിവ്യ എന്ന് പറയുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്? സർക്കാർ എപ്പോഴും പറയുന്നത് തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ നിൽക്കുന്നതെന്നാണ് സർക്കാർ അക്കമിട്ട് നിർത്തുന്നത്. പക്ഷേ നവീൻ ബാബുവിന്റെ കേസിൽ തന്നെ അത് കാണാൻ സാധിക്കില്ല. സർക്കാർ തങ്ങളുടെ പ്രതിച്ഛായ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക, അല്ലെങ്കിൽ പി ദിവ്യ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാരിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട പരമോന്നത ഹൈക്കോടതി എന്തായാലും ഇതിലൊരു നിർണായക തീരുമാനം തന്നെ എടുക്കും. CBI അന്വേഷണം തന്നെ നവീൻ ബാബുവിന്റെ കേസിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഉറപ്പ്. കാരണം അദ്ദേഹം എന്തിനാണോ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിന് നീതി കിട്ടണം ഒരിക്കലും, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള പ്രതികളെ എന്തായാലും ഉറപ്പായിട്ടും പിടികൂടണം. കാരണം പി ദിവ്യ മാത്രമല്ല, കാണാമറയത്ത് ഇതിലും ഒരുപാട് പ്രതികൾ നിൽപ്പുണ്ട്. പാർട്ടിയിൽ തന്നെ, പാർട്ടിക്ക് അകത്തും പുറത്തുമായ ഒരുപാട് പ്രതികളുണ്ട്. ഈ പ്രതികളെല്ലാം പിടിയിലാവുക തന്നെ വരണം. CBI വന്നാൽ, പണ്ട് എല്ലാവരും പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, CBI വന്നാൽ എല്ലാ കേസും തെളിയും. അതുപോലെ തന്നെ നാളെ CBI വരട്ടെ, CBI വന്ന് നവീൻ ബാബുവിന്റെ കേസ് തെളിയിക്കട്ടെ. പി ദിവ്യ മാത്രമല്ല, ഇതിൽ ഒളിച്ചിരിക്കുന്ന എല്ലാ പ്രതികളും നിയമത്തിന് മുന്നിൽ വരട്ടെ.